മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപമാണ് പുലിയിറങ്ങിയത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വിരിപ്പ് കൃഷി ഒരുക്കങ്ങളുടെ താളം തെറ്റി കർഷകർ. നെല്ലെല്ലാം പതിരായതോടെ അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിൽ 20ഓളം ഏക്കർ നെൽപ്പാടത്തിന് തീയിട്ട് കർഷകർ. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നവീകരണ പ്രവർത്തികൾ നിലച്ചു. തകർന്ന റോഡിൽ യാത്ര ദുരിതമാകുന്നു. അപകടങ്ങളും തുടർക്കഥ. തളിക്കുളത്ത് 2 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. മുഖ്യപ്രതി വാടാനപ്പള്ളി സ്വദേശി ആഷിഖ് രക്ഷപ്പെട്ടു. നമസ്കാരം. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. പുലി ആക്രമിച്ചു കൊന്ന പശുക്കുട്ടിയുടെ ജഡം സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തി. പശുക്കുട്ടിയെ കൊന്നത് പുലിയാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് 20 മീറ്റർ മാറിയാണ് പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. ഇവിടെ നിന്ന് 100 മീറ്റർ മാറിയാണ് കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നത്. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ഒരാഴ്ചയ്ക്കിടെ 3ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങുന്നത്. 2 ആഴ്ച മുമ്പ് കാർയാത്രക്കാർ റോഡിൽ പുലിയെ കണ്ടിരുന്നു. തോട്ടം തൊഴിലാളികളും ആദിവാസികളും തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും വനംവകുപ്പ് അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. വേനൽ മഴയുടെ ലഭ്യതക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം വിരിപ്പ് കൃഷി ഒരുക്കങ്ങളുടെ താളം തെറ്റി കർഷകർ. മാർച്ച് മാസത്തോടെ മുണ്ടകൻ കൊയ്ത്ത് പൂർത്തിയാകുന്ന പാടങ്ങളിലാണ് വേനൽ മഴ ലഭിച്ചാൽ വിരിപ്പ് കൃഷിക്ക് ഒരുക്കങ്ങൾ നടത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ മഴ ഒഴിഞ്ഞു നിന്നതോടെ പാടങ്ങൾ ഒരുക്കാൻ കർഷകർക്ക് സാധിച്ചിരുന്നില്ല. വൈകിയാണെങ്കിലും മഴ എത്തിയത് കർഷകർക്ക് ആശ്വാസമായി. കടവല്ലൂർ മേഖലകളിലെ വിരിപ്പ് കൃഷിക്കായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. പല സ്ഥലങ്ങളിലും ഉഴൽ തുടങ്ങി. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ വിത്ത് വിതയ്ക്കൽ ആരംഭിച്ചു. ഉയർന്ന ഭാഗങ്ങളിൽ ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ല. അവിടെ നടിയിൽ നടത്താനാണ് കർഷകരുടെ തീരുമാനം. കൊടും ചൂടിനാലും ഉഷ്ണതരംഗത്താലും കൃഷി ചെയ്ത നെല്ലെല്ലാം പതിരായതിനെ തുടർന്ന് വിളവെടുക്കാതെ പാടങ്ങൾ പലയിടത്തും കത്തിച്ച് കർഷകർ. അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലെ 20ഓളം ഏക്കർ നെൽപ്പാടമാണ് വിളവെടുക്കാതെ കർഷകർ തീയിട്ടത്. വിളവെടുത്താൽ കൊയ്ത്തുയന്ത്രത്തിന് കൊടുക്കുന്ന വാടക പോലും കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് കർഷകർ പലയിടത്തും നെൽപ്പാടങ്ങൾ അഗ്നിക്കിരയാക്കിയത്. വേനൽ മഴ വേണ്ട രീതിയിൽ ലഭ്യമാകാത്തതും കീടബാധ കൂടിയതും ഒപ്പം കാലാവസ്ഥാ വ്യതിയാനവും കൂടിയായതോടെ വിളവ് നന്നേ മോശമായിരുന്നു. അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലെ പാറക്കോൾ, പുത്തൻകോൾ, കോവിലകം പടവ് തുടങ്ങിയ പടവുകളിൽ പലയിടത്തും വിളവെടുത്തിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ കർഷകർ നെല്ലിന് തീയിടുകയും ചിലയിടങ്ങളിൽ വിളവെടുക്കാതെ ട്രാക്ടർ ഇറക്കി ഉഴുതുമറിക്കുകയും ചെയ്തു. അന്തിക്കാട് പരപ്പൻചാൽ പാടത്ത് 2.5 പറ കൊയ്തെടുത്തപ്പോൾ വെറും 2 ചാക്ക് നെല്ല് മാത്രമാണ് കിട്ടിയതെന്നും വിളവെടുക്കാതിരിക്കലായിരുന്നു അതിലും ഭേദമെന്ന് ബോധ്യമായെന്നും കർഷകനായ ചക്കാണ്ടത്ത് പുഷ്കരൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം 2023 എനിക്ക് 5 കിൻഡലും 17 കിലോ നെല്ല് കിട്ടി. ആ നിലത്തിൽ ഈ പ്രാവശ്യം എനിക്ക് അത്രയും 6000-ൽ പരം രൂപ ചിലവാക്കിയിട്ട് കിട്ടിയത് 2 ചാക്ക് നെല്ല് മാത്രമാണ്. കാലാവസ്ഥ വ്യതിയാനമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ 2 ചാക്ക് നെല്ല് കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1100 രൂപ വീണ്ടും ചിലവായി. ഇത് എന്താണെന്നുള്ളത് ഇതിൻ്റെ പ്രതിഭാസം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് കൃഷിക്കാരായ കൃഷിയെ നിയന്ത്രിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ, അവർ വന്ന് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് നമുക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു തരുമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. 2023 കൊയ്തപ്പോൾ 8 ചാക്ക് നെല്ല് കിട്ടിയ പാടത്തു നിന്നാണ് 2024 2 ചാക്ക് മാത്രം കിട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നവീകരണ പ്രവർത്തികൾ മുടങ്ങിയത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നിർമ്മാണം ആദ്യം ആരംഭിച്ച പാലക്കൽ മേഖലയിൽ റോഡിന്റെ ഒരു വശം തകർന്നിട്ട് 3 വർഷമായി. പാലക്കൽ ജംഗ്ഷൻ മുതൽ മാർക്കറ്റ് വരെയുള്ള 300 മീറ്റർ സ്ഥലത്ത് ഒരു വശം മാത്രമാണ് പണി പൂർത്തിയായത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. മേഖലയിലെ നിർമ്മാണ പ്രവർത്തികൾ മുടങ്ങിയത് വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടിയായി. നിർമ്മാണ സ്തംഭനത്തിനെതിരെ വിവിധ മേഖലകളിലുള്ളവരെ സംഘടിപ്പിച്ച് സമരത്തിനൊരുങ്ങുകയാണ് പാലക്കലിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പലപ്പോഴും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് മേഖലയിലുണ്ടാകുന്നത്. രാവിലെയും വൈകിട്ടും ആംബുലൻസുകളടക്കമുള്ള വാഹനങ്ങൾ ഏറെ സമയം ഗതാഗത കുരുക്കിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി. 2 മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ പണികൾ 2 വർഷത്തിലധികമായിട്ടും തീർന്നിട്ടില്ല.
ബന്ധപ്പെട്ട അധികാരികളോ ജില്ലാ ഭരണകൂടവും വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. തളിക്കുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ബംഗാൾ സ്വദേശി മൊയ്തുൽ ഷെയ്ഖാണ് പിടിയിലായത്. മുഖ്യപ്രതിയായ വാടാനപ്പള്ളി സ്വദേശി തോപ്പിൽ വീട്ടിൽ ആഷിഖ് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ടു. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ VG സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് തളിക്കുളം പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിന്ന് കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത്. കഞ്ചാവ് കടത്തുവാൻ ഉപയോഗിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രക്ഷപ്പെട്ട 1-ാം പ്രതി ആഷിഖ് തൃപ്രയാർ തളിക്കുളം വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ ഭാഗത്ത് യുവാക്കൾക്കിടയിൽ കഞ്ചാവ് വിപണനം നടത്തുന്ന മുഖ്യ കണ്ണിയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ PK സുധീരൻ, KR ഹരിദാസ്, ഗ്രേഡ് സിഇഒമാരായ CK ചന്ദ്രൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തു നിന്ന് ബ്രൌൺ ഷുഗർ കൈവശം വെച്ച യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. അസം സ്വദേശിയായ അനറുൽ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 256 മില്ലിഗ്രാം ബ്രൌൺ ഷുഗർ കണ്ടെത്തി. എക്സൈസ് ഇന്റലിജൻസ് നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ AP ഷിഹാബിന്റെ നേതൃത്വത്തിൽ AIമാരായ CP പ്രഭാകരൻ, PP കൃഷ്ണകുമാർ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ പതിവിലേറെ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റേതാണ് പ്രവചനം. എൽനിനോ പ്രതിഭാസം നിലവിലുണ്ടെങ്കിലും കാലവർഷം തുടങ്ങുന്നതോടെ ഇതില്ലാതാകും. കഴിഞ്ഞ വർഷം കേരളത്തിൽ കാലവർഷം 34% കുറവായിരുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ 201.86 സെന്റിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ഇത് 132.7 സെന്റിമീറ്റർ മാത്രമായിരുന്നു. വീടുകളിലെയും സ്ഥാപനങ്ങളുടെയും പരിസരം വൃത്തിഹീനമായ സാഹചര്യമാണെങ്കിൽ 10,000 രൂപ വരെ പിഴ ശിക്ഷയെന്ന് മുന്നറിയിപ്പ്. കൊതുക് വളരുന്ന സാഹചര്യമുണ്ടാവുക, കൊതുക് നിയന്ത്രണ നിർദ്ദേശങ്ങൾ ലംഘിക്കുക എന്നിവ ശിക്ഷാർഹമാണെന്ന് ആരോഗ്യ വിഭാഗം DMO അറിയിച്ചു. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും പരിസരങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാൻ ഇടവരരുത്. എല്ലാ കുറ്റത്തിനും വിവിധ വകുപ്പുകൾ പ്രകാരം 10,000 രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിന് സമീപം വീടിന് മുകളിൽ മാവിൻകൊമ്പ് ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. ചാണാടിക്കൽ ശിവരാമന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കനത്ത കാറ്റും മഴയും ഉണ്ടായത്. സംഭവ സമയം വീടിനകത്ത് ആളുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരിഞ്ഞനം ചക്കരപ്പാടത്ത് കനത്ത കാറ്റിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ഇടിമിന്നലിൽ നിരവധി വീടുകളിൽ വൈദ്യുതി ഉപകരണങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. കുറുംകുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായരെ അനുസ്മരിച്ചു. മുതിർന്ന വാദ്യകലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറോത്ത് അധ്യക്ഷത വഹിച്ചു. കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. കണ്ണപത്തൂർ വേണുഗോപാൽ, ഓടത്ത് രാമു, വിജിൽ R മേനോൻ, വിനോദ് നന്ദിപുലം എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് കണക്ക കോളനി റോഡിലെ കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക, ജലനിധി പദ്ധതിക്കായി പൊളിച്ച കോളനിയിലെ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിന് സമീപത്തെ റോഡിൽ നിൽപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ ബാവ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷമീറ നാസർ, വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ, ട്രഷറർ അബ്ദുൽ ഫത്താഹ്, യൂണിറ്റ് സെക്രട്ടറി P അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളക്കെട്ട് പരിഹരിക്കൂ, വെള്ളക്കെട്ട് പരിഹരിക്കൂ, വെള്ളക്കെട്ട് പരിഹരിക്കൂ, വെള്ളക്കെട്ട് പരിഹരിക്കൂ. പ്രതിഷേധം 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 പ്രതിഷേധം. പച്ചക്കറി കൃഷിയിൽ സ്വന്തം രീതികൾ പരീക്ഷിച്ച് വിജയം നേടിയ പത്മനാഭന് വീണ്ടും പുരസ്കാരം. ഈ വർഷത്തെ അക്ഷയശ്രീ ജൈവ കർഷക അവാർഡാണ് പത്മനാഭനെ തേടിയെത്തിയത്. കടങ്ങോട് വടക്കേക്കര വീട്ടിൽ പത്മനാഭന് ഇപ്പോൾ പ്രായം 67. തന്റെ 18ാമത്തെ വയസ്സിലാണ് പത്മനാഭൻ കാർഷിക വൃത്തിയിൽ പ്രവേശിച്ചത്. കൃഷി പ്രധാന ഉപജീവന മാർഗമാക്കി മാറ്റിയത് 30ാമത്തെ വയസ്സ് മുതൽ. ഈ കാലയളവിനുള്ളിൽ പഞ്ചായത്ത്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ പത്മനാഭനെ തേടിയെത്തി. ആലപ്പുഴ സരോജിനി ഫൗണ്ടേഷനാണ് ഈ വർഷം അക്ഷയശ്രീ അവാർഡ് നൽകി ആദരിച്ചത്. ഫലകവും പ്രശസ്തി പത്രവും 50,000 രൂപയും അടങ്ങുന്നതാണ് മികച്ച ജൈവ കർഷകനുള്ള അവാർഡ്.
ഇപ്പോൾ പുതിയ രീതിയിലുള്ള പുതിയ ട്രിപ്പ് സിസ്റ്റത്തിലാണ് നമ്മൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുക്കളത്തോട്ടങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കല്, പിന്നെ ഈ ഇഞ്ചി, മഞ്ഞള് എന്നിവ ചാക്ക് കത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇഞ്ചി നട്ടു കൊടുത്താൽ അടി കൂടി തുളണ്ടാക്കി പൊട്ടിക്കല്, അങ്ങനെ നമ്മുടെ പുതിയ രീതിയിലുള്ള കൃഷികളൊക്കെ മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആൾക്കാർ വരലും പുതിയ കുറേ സംരംഭങ്ങൾ. പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുന്നതിനോടൊപ്പം സ്വന്തമായി വിളകൾ വികസിപ്പിച്ച് വിജയിപ്പിക്കുന്നു എന്നതാണ് പത്മനാഭൻ എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. കാർഷിക ഗവേഷണ വിദ്യാർത്ഥികളും വിദേശ കാർഷിക സംഘങ്ങളും പത്മനാഭന്റെ കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ എത്താറുണ്ട്. സ്വന്തം കൃഷിയിടത്തിന് പുറമെ താല്പര്യമുള്ളവർക്ക് തോട്ടങ്ങൾ ഒരുക്കിക്കൊടുത്തും ജൈവ കൃഷിക്ക് വലിയ പ്രോത്സാഹനമാണ് പത്മനാഭൻ നൽകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് പത്മനാഭനെ അംഗീകാരങ്ങൾ തേടിയെത്താൻ ഇടയാക്കുന്നതും. TCV എരുമപ്പെട്ടി. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ ആലങ്ങാട് കിണറ്റിൽ വീണ് 2 കാട്ടുപന്നികൾ ചത്തു. ആലങ്ങാട് മണ്ടത്തറ രാജന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് പന്നികൾ വീണത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃക്കൂർ പഞ്ചായത്ത് അധികൃതരും വനപാലകരും ചേർന്ന് കരയ്ക്ക് കയറ്റിയ പന്നികളെ കുഴിച്ചുമൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, സലീഷ് ചെമ്പാറ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാബു, വാച്ചർമാരായ സുനിൽ, ഷാജു, മനോഹരൻ എന്നിവർ സ്ഥലത്തെത്തി. കുട്ടികൾക്കായി തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സംഘടിപ്പിക്കുന്ന നാടക ശില്പശാലയ്ക്ക് തുടക്കമായി. 5 ദിവസങ്ങളിലായി സ്കൂൾ ഓഫ് ഡ്രാമയുടെ അരണാട്ടുകര ക്യാമ്പസിൽ നടക്കുന്ന ശില്പശാല നടനും അല തിയേറ്റർ ആൻഡ് കൾച്ചറൽ സെന്റർ ഡയറക്ടറുമായ മനു ജോസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ഡയറക്ടർ പ്രൊഫസർ അഭിലാഷ് പിള്ളെ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ, സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് വിഭാഗം മേധാവി ഡോക്ടർ ശ്രീജിത്ത് രമണൻ, ക്യാമ്പ് ഡയറക്ടർ നജ്മുൽ ഷാഹി, ഡോക്ടർ ഷിബു എസ് കൊട്ടാരം, ഡോക്ടർ MS സുരഭി തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് പുത്തഞ്ചിറ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുക, കരിങ്ങാച്ചിറയിൽ ഉപ്പുവെള്ളം തടയുന്നതിന് സ്ഥിരം സംവിധാനമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മാർച്ചിന് ശേഷം നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പനങ്ങാടൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KN സജീവൻ, സാനി ചക്കാലയ്ക്കൽ, KN ഗോവിന്ദൻകുട്ടി, TP പരമേശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച ക്ഷേമനിധി സംവിധാനം തകർക്കാനുള്ള ശ്രമം പ്രതിരോധിക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ദേശീയ സെക്രട്ടറി ജോസഫ് ജോൺ പറഞ്ഞു. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിച്ചും ക്ഷേമനിധി അംശാദയം കൂട്ടുകയും ചെയ്ത് ഈ സംവിധാനം തകർക്കാനാണ് ശ്രമം. ഇതിനെ സംഘടന ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് CH മുത്തലിബ് അധ്യക്ഷത വഹിച്ചു. FITയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം മമ്പാട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി MH മുഹമ്മദ്, സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് കോട്ടയം, ഉസ്മാൻ മുല്ലക്കര എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് ഒരാൾക്ക് പരിക്കേറ്റു. ആറ്റത്തറ ഇടമനപ്പടി വീട്ടിൽ നന്ദകുമാറിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടവല്ലൂരിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ണിനായരുടെ 3ാം അനുസ്മരണ സമ്മേളനവും അനുമോദന സദസ്സും നടത്തി. CPM കടവല്ലൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിപ്പിലശ്ശേരി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ശേഷം അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MN മുരളീധരൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K കൊച്ചനിയൻ, KB ജയൻ, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. BMSന്റെ നേതൃത്വത്തിൽ മോട്ടോർ ക്ഷേമനിധി അംഗത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെയും ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം മണലൂർ മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ക്ഷേമനിധി അംഗത്വ രജിസ്ട്രേഷൻ ക്യാമ്പ് നടന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ മേഖലാ സെക്രട്ടറി TS അഭിലാഷ് അധ്യക്ഷനായിരുന്നു.
ബിജു കാവിലക്കാട്, KB ജയശങ്കർ, TS അഭിലാഷ്, PS രജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ ഇല്ലംനിറയ്ക്കാവശ്യമായ കതിരിനുള്ള വിത്ത് വിതയ്ക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി കാടമറുക് ഹരിപ്രസാദ് വിത്ത് വിതച്ച് തുടക്കം കുറിച്ചു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് VG ഉഷ, സെക്രട്ടറി AK സതീശൻ, സുലജ സദൻ, ദിവസം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും കേരള വന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി പാമ്പുകടി പ്രഥമ ശുശ്രൂഷ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50 ഡോക്ടർമാർ പങ്കെടുക്കും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിബു കള്ളിവളപ്പിൽ, ഡോക്ടർമാരായ VB ശ്രീകുമാർ, PC രാജീവ്, വിജയ്, ചഞ്ചൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പഞ്ചവാദ്യ കുലപതി പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാരുടെ ജന്മശതാബ്ദി ആഘോഷം ശതനാരായണം വെള്ളിയാഴ്ച കൊരട്ടി ചെറ്റാരിക്കലിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. വാദ്യസംഗീത അഭിനയ രംഗത്തെ 3 യുവ പ്രതിഭകൾക്ക് ശതനാരായണ പുരസ്കാരം സമ്മാനിക്കും. ജനറൽ കൺവീനർ മധു വാരനാട്ട്, കൺവീനർ കൊരട്ടി രാമനാശാൻ, രാജീവ് ഉപ്പത്ത്, പ്രവീൺ രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അഖിലേന്ത്യാ റെയിൽവേ സമരത്തിന്റെ 50ാം വാർഷികം HMS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റെയിൽവേ സമര പോരാളിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ രഘു ഠാക്കൂർ വാർഷികം ഉദ്ഘാടനം ചെയ്യും. HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി, സംസ്ഥാന സെക്രട്ടറി ഡേവിസ് വില്ലടത്തുകാരൻ, രാഹുൽ V നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ സ്ഥാപന മേധാവികളുടെയും സംയുക്ത യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത, ഹെൽത്ത് ഇൻസ്പെക്ടർ അന്ത്രു എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് KK മേനോൻ റോഡിൽ വഴിയിൽ നിന്ന് കിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് കൈമാറി. പണവും നിരവധി രേഖകളും പേഴ്സിലുണ്ടായിരുന്നു. പേഴ്സ് ലഭിച്ച രേണുക റിജു പേഴ്സിന്റെ ഉടമ പുത്തൻപിടിക വള്ളൂർ സ്വദേശി തട്ടിൽ ഡിവിൻ സുന്ദരന് പേഴ്സ് കൈമാറി. SSLC പരീക്ഷ വിജയിച്ചവർക്കായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PG മോഹനൻ അധ്യക്ഷനായി. ഹയർ സെക്കൻഡറി അധ്യാപകൻ TJ ബേബി ക്ലാസ് നയിച്ചു. EH സഹീർ, KV ഷാജു, റഷീദ് ഏറത്ത് എന്നിവർ സംസാരിച്ചു. കരിക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടെയുള്ള ആന എഴുന്നള്ളിപ്പ്, കാവടി, തിറ എന്നിവ ഉണ്ടായി. ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ 26ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 4 ദിവസങ്ങളിലായി സാഹിത്യ അക്കാദമിയിൽ സംഗീതോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഹാർമണി ഡയറക്ടർ ജിമ്മി മാത്യു, പ്രൊഫസർ CA ഈനാശു, ഡോക്ടർ AM മണിലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. വർഷം കൊണ്ട് ധനകാര്യ മേഖലയിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ജിന്ദക് ഫിനാൻസിന്റെ 3ാമത്തെ ശാഖ വരന്തരപ്പിള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പിള്ളി നന്ദിപുലം റോഡിൽ തട്ടാൻതുടി ബിൽഡിംഗിൽ ആരംഭിച്ച ജിന്ദക് ഫിനാൻസിന്റെ ഉദ്ഘാടനം വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ നിർവഹിച്ചു. വരന്തരപ്പിള്ളി വിമലഹൃദയനാഥ പള്ളി സഹവികാരി ഫാദർ ഡോണൽ പുലിക്കോട്ടിൽ ആശീർവാദം നടത്തി.
വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം PD ഷൈജു, ജിന്തക് ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ TJ ജിംസൺ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗോൾഡ് ലോൺ, മണി ട്രാൻസ്ഫർ, പാൻ കാർഡ് സർവീസ്, ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ജിന്തക് ഫിനാൻസിൽ ഒരുക്കിയിരിക്കുന്നത്. വരന്തരപ്പള്ളി മലയോര മേഖലകളിലും നമ്മുടെ ജിന്തക് ഫിനാൻസിൻ്റെ ഒരു ശാഖ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഗോൾഡ് ലോണ്, മണി ട്രാൻസ്ഫർ, ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിങ്, എയർ ടിക്കറ്റിങ്, ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ മുതലായ എല്ലാ സേവനങ്ങളും, ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള സേവനങ്ങൾ ഞങ്ങൾ ഇതിൽ മനുഷ്യ സേവനത്തിനായി ഞങ്ങളിവിടെ കാഴ്ചവെക്കുകയാണ്. കല്ലിറ്റിങ്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിന്തക് ഫിനാൻസിന് ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9946 482228. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപമാണ് പുലിയിറങ്ങിയത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വിരിപ്പ് കൃഷി ഒരുക്കങ്ങളുടെ താളം തെറ്റി കർഷകർ. നെല്ലെല്ലാം പതിരായതോടെ അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിൽ 20ഓളം ഏക്കർ നെൽപ്പാടത്തിന് തീയിട്ട് കർഷകർ. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നവീകരണ പ്രവർത്തികൾ നിലച്ചു. തകർന്ന റോഡിൽ യാത്ര ദുരിതമാകുന്നു. അപകടങ്ങളും തുടർക്കഥ. തളിക്കുളത്ത് 2 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. മുഖ്യപ്രതി വാടാനപ്പള്ളി സ്വദേശി ആഷിഖ് രക്ഷപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.